Assalamu alaikum wa rahmatullahi wa barakatuh. Wisdom Hadith Class 85. An Adi ibn Hatim radiyallahu anhu qala Rasulullah sallallahu alayhi wa sallam ittaqun nara walau bishiqqi tamrah faman lam yajid fabikalimatin tayyibah. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി, ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹുമ അടക്കമുള്ള പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇത്തഖുന്നാറ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം, നരകത്തെ തൊട്ട് കാക്കണം, സൂക്ഷിക്കണം. വലൗ ബിശിഖ്ഖി തംറ, അതൊരു കാരക്കയുടെ കഷ്ണം കൊണ്ടാണെങ്കിലും ശരി. ഒരു ചെറിയ കാരക്കയുടെ കഷ്ണം സ്വതക്ക കൊടുത്തിട്ടാണെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നിങ്ങൾ എളുപ്പമാക്കണം. ഫമല്ലം യജിദ്, അങ്ങനെ ഒരു കഷ്ണം കാരക്ക കിട്ടിയില്ലെങ്കിൽ ഫബി കലിമത്തിൻ ത്വയ്യിബ, നല്ല വാക്കുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നോക്കണം. ഒരു യാചകൻ, ഒരു ഭിക്ഷക്കാരൻ നമ്മോട് വന്ന് വല്ലതും ചോദിക്കുമ്പോൾ അവന് എന്തെങ്കിലും കൊടുക്കണം, അവന് ഉപകാരപ്പെടുന്നത് കൊടുക്കണം. ഒരു കാരക്കയുടെ കഷ്ണമെങ്കിലും കൊടുത്ത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അത്തരം മാർഗം നാം സ്വീകരിക്കണം. കാരക്കയുടെ കഷ്ണം എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്, എന്തെങ്കിലും അവന് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും കൊടുത്ത് അവനെ സന്തോഷിപ്പിച്ച് പറഞ്ഞയക്കണം. ഇനി ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ നല്ല വാചകം പറയണം. കഞ്ഞിയില്ലെങ്കിലും കഞ്ഞിക്കൊത്ത വാക്ക് നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ നല്ല വാചകം പറഞ്ഞ് തിരിച്ചയക്കണം. ഒരിക്കലും കൊടുക്കാതെ തിരിച്ചയക്കരുത്, അല്ലെങ്കിൽ നല്ല വാക്ക് പറയാതെ തിരിച്ചയക്കരുത്. മുമ്പ് ഇതിനോട് ഈ ആശയത്തോട് സമാനമായ മറ്റൊരു ഹദീസ് വന്നിട്ടുണ്ടെങ്കിലും ഇത് മറ്റൊരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്, നമ്മോട് ചോദിച്ചു വന്ന ഒരാളെയും ഇല്ല എന്നൊരിക്കലും നമ്മൾ പറഞ്ഞയക്കരുത്. ഒന്നുകിൽ പിന്നീട് തരാമെന്നോ അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ പിന്നീട് വരൂ എന്നൊക്കെ നല്ല സന്തോഷിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞ് അദ്ദേഹത്തെ തിരിച്ചയക്കുക. ഒരിക്കൽ പോലും വേദനിപ്പിക്കുന്ന, നിരാശപ്പെടുത്തുന്ന ഒരു വാചകവും ആരോടും പറയരുത്, പ്രത്യേകിച്ച് നമ്മോട് ചോദിച്ചു വരുന്ന ആളുകൾ. അമ്മസായില ഫലാ തൻഹർ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ചോദിക്കുന്നവരെ നിങ്ങൾ മടക്കി അയക്കരുത്, അവർക്ക് കൊടുക്കാതെ തിരിച്ചയക്കരുതെന്ന്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഭിക്ഷക്കാർക്കും യാചകർക്കും ചോദിക്കുന്ന എല്ലാവർക്കും നമ്മൾ കൊടുക്കുന്നത് നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗമാണ്. ബസ്സിൽ, ട്രെയിനിൽ, അങ്ങനെ എവിടെയാണെങ്കിലും യാചകരെ കാണുമ്പോൾ അവർക്ക് നാം എന്തെങ്കിലും കഴിവിന്റെ പരമാവധി സ്വതക്ക കൊടുക്കണം. നമ്മോട് ചോദിച്ചു വരുന്നവർക്ക് ഇല്ലെങ്കിൽ നല്ല വാക്ക് പറഞ്ഞ് അവരെ തിരിച്ചയക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തആല അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരാളെയും നിരാശപ്പെടുത്താത്ത, ചോദിക്കുന്നവർക്കൊക്കെ കഴിവിന്റെ പരമാവധി കൊടുക്കുന്ന, അല്ലെങ്കിൽ നല്ല വാചകം കൊണ്ട് അവരെ തൃപ്തിപ്പെടുത്തുന്നവരിൽ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ആമീൻ. പ്രത്യേകം ദുആ ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ ഹദീസ് ക്ലാസ് കേൾക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ പല വിഷയങ്ങളും പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹക്ക് കൊണ്ട് എല്ലാം ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. രോഗികൾക്ക് പൂർണ്ണ ശിഫ നൽകുമാറാവട്ടെ. നമ്മെയും അവരെയും അല്ലാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.